പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്ത് ജീവിക്കുന്നതിന്റെ ഏറ്റവും സുപ്രധാന കാരണം, ഏറ്റവും പ്രഥമവും പ്രധാനവും പ്രമാദവുമായ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും അവന്റെ പ്രയാണവും എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ആഖിറത്തിന്റെ ഏറ്റവും ഉന്നതമായ പർദീസയിലൂടെ വിജയ ആഹ്ലാദത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ വെള്ളിയാഴ്ച ദിവസവും ഈ സമയത്ത് ജുമഅയെയും ഖുത്ബയെയും പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ പരിപാവനമായ ഈ പള്ളിക്കകത്ത് എന്ന പരിശുദ്ധമായ ഇഅ്തികാഫിന്റെ നിയ്യത്ത് പറഞ്ഞ് ഖുത്ബയെ പ്രതീക്ഷിച്ചുകൊണ്ട് ജുമഅ ദിവസത്തിന്റെ സയ്യിദുൽ അയ്യാമായ ദിവസത്തിന്റെ മുഴുവൻ പരിശുദ്ധിയും അതിന്റെ പ്രത്യേകതകളും എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഈ പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടിയതിന്റെ പോലും ഏറ്റവും പ്രധാന ലക്ഷ്യം ഇതിലൂടെയെങ്കിലും എന്റെ പരലോകം വിജയിക്കണം, സ്വർഗപ്രവേശനം ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും തൗഫീഖ് ലഭിക്കണമെന്ന ഏറ്റവും പരമോന്നതമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷേ ദുനിയാവും ആഖിറത്തിലും നാം ജീവിക്കുമ്പോൾ ആഖിറത്തിൽ മാത്രം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വാലിഹീങ്ങളായ സിദ്ദീഖുകളായ ആളുകളുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ദുനിയാവിലും ആഖിറത്തിലും ഏതെങ്കിലും ഒരു സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് സമാധാനപൂർണമായ സമാധാന അന്തരീക്ഷത്തിലൂടെ സമാധാനത്തിന്റെയും എല്ലാവിധ ആശ്വാസത്തിന്റെയും ഉന്നതമായ തലങ്ങളിലൂടെ കടന്നു പോകാനാണ് ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദുനിയാവിലെ എല്ലാ സംരംഭങ്ങളും, എല്ലാ ജീവിത ഉപാധികളും, നമ്മുടെ അധ്വാനങ്ങളും, നമ്മുടെ പ്രയത്നങ്ങളും, നമ്മുടെ എല്ലാ ത്യാഗങ്ങളും, എല്ലാ വേദനകൾ അടക്കുന്നതും സഹിക്കുന്നതും ക്ഷമിക്കുന്നതുമെല്ലാം ദുനിയാവിൽ നമുക്ക് സമാധാനപൂർണമായ ജീവിതം ലഭിക്കുക എന്നതിന് വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ കച്ചവടത്തിന് പോകേണ്ട കാര്യമുണ്ടോ? കടമില്ലാതെ കച്ചവടത്തിന് പോയില്ല എങ്കിൽ, ജോലിക്ക് പോയില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിലേക്ക് നാം പ്രവേശിച്ചില്ല എങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരും. വല്ലാതെ പ്രയാസത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ നൗക നീക്കേണ്ടി വരും. ഇതിനെല്ലാം തടയിടുന്നതിന് വേണ്ടിയാണ് ദുനിയാവിലുള്ള ജീവിതത്തിന് പൂർണ്ണമായ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സകലമായ പ്രവർത്തനങ്ങളും. നമ്മൾ നിസ്കാരങ്ങൾ എന്തിനു വേണ്ടിയാ, നോമ്പെന്തിനു വേണ്ടിയാ, സകാത്തും എന്തെല്ലാം സുഹൃത്തുക്കൾ നാം ചെയ്യുന്നു, അതിന്റെ എല്ലാം ലക്ഷ്യം പരലോകത്തെ സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടിയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ ദുനിയാവും ആഖിറവും ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതം നിങ്ങൾക്ക് ഏറ്റവും സമാധാനപൂർണമായി തീരാൻ, സന്തോഷപൂർണമായി തീരാൻ, നിങ്ങൾ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നൈമിഷികമായ നിമിഷങ്ങൾ എത്രത്തോളം ഉന്നത തലങ്ങളിൽ നിന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് കിട്ടാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, അതിന്റെ പ്രവർത്തന പാതാവിലൂടെ നിങ്ങൾ കടന്നുപോയാൽ, നിഷ്കളങ്കമായ അതിന്റെ വഴിത്താരയിലൂടെ നിങ്ങൾ കടന്നുപോയാൽ, ദുനിയാവ് മാത്രമല്ല നാളെ പാരാപാരം പോലെ വിശാലമായി കിടക്കുന്ന പാരത്രിക ലോകത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറമുള്ള വിജയം ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉൻവാനു സആദ, സമാധാനത്തിന്റെ ഏറ്റവും ഉന്നതമായ തലങ്ങൾ 4 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ മർഅതു സ്വാലിഹ, ദുനിയാവും ആഖിറവും നിങ്ങൾക്ക് ഏറ്റവും മനോഹരമാക്കണോ, ഏറ്റവും സന്തോഷപൂർണമാക്കണോ, ഏറ്റവും ഉത്സാഹപൂർണമാക്കണമോ, ഹബീബായ നബി തങ്ങൾ 4 കാര്യങ്ങൾ പറയുകയാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കറകടഞ്ഞ രൂപത്തിൽ നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളുടെ ഉൾക്കാവിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം ലഭിക്കുമേ. നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഏതാ? അൽ മർഅതു സ്വാലിഹ,
നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മുടെ സന്താനങ്ങളുണ്ട്, അതിൽ പെൺകുട്ടികളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന സ്ത്രീയാകുന്നത് സ്വാലിഹത്തായ പെണ്ണായി കടന്നു വന്നാൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടേ. രണ്ടാമതായി നബി തങ്ങൾ പറയുകയാണ്, വൽ മസ്കനുൽ വാസിഅ, സ്വന്തമായി മനോഹരമായ ഒരു പലിശയുമായി ബന്ധപ്പെടാത്ത, ഒരു ഹറാമിന്റെ കൈകടത്തലുകളൊന്നുമില്ലാത്ത സ്വന്തമായി നല്ലൊരു ഭവനം നിർമ്മിക്കലാണ്. മൂന്നാമതായി പറയുകയാണ്, വൽ ജാറു സ്വാലിഹാ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, നല്ല മനോഹരമായ നിലയിൽ പരസ്പരം സാഹോദര്യത്തോടെ, പരസ്പരം ചേർത്ത് പിടിക്കലിലൂടെ, പരസ്പരം സഹായത്തിന്റെ ഹസ്തദാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മനോഹരമായ അയൽവക്കക്കാർ ഉണ്ടാകലാണ്. മൂന്നാമതായി പറയുകയാണ്, വൽ മർകബുൻ നഹിയാ, നിങ്ങൾക്ക് നല്ല മനോഹരമായ എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായ ഒരു വാഹനം ഉണ്ടാകലാണ്. ഈ 4 കാര്യങ്ങൾ അത് ഏത് രീതിയിലാണോ നിങ്ങൾ അധ്വാനിച്ചിട്ട് നിങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരേണ്ടത്, അതിൻ്റെതായ കറകളഞ്ഞ രൂപത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ദുനിയാവ് മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിങ്ങളുടെ ദുനിയാവിനപ്പുറം നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണമായ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ നാളെ പരലോകവും രക്ഷപ്പെടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹു ഈ മാർഗ്ഗത്തിലൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യമേതാ? അൽ മർഅതു സ്വാലിഹാ, സ്വാലിഹത്തായ പെണ്ണ്. അത് നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ പെൺമക്കളാണെങ്കിലും സ്വാലിഹത്താണോ? വിശുദ്ധമായ സ്വാലിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളമായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാൻ സംസാരിച്ച വിഷയം ഹയാ ആണ്, ലജ്ജയുണ്ടാവലാണ്. സ്വാലിഹത്തായ സ്ത്രീയുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അതെ, അവൾക്ക് ലജ്ജാപൂർണമായ ജീവിതം ഉണ്ടാകലാണ്. നിങ്ങൾ ആരെയും നോക്കണ്ട, എന്റെ ഭാര്യ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാര്യ, അവൾക്ക് ലജ്ജയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒന്ന് ചിന്തിച്ചാൽ മതി. അവരുടെ വേഷവിധാനം, എന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഭാര്യയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. എന്റെ പ്രിയപ്പെട്ട, എന്റെ പ്രിയതമയായ, വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളായി എന്റെ കൂടെ ജീവിക്കുന്നു, അവരുടെ അനക്കം എനിക്കറിയാം, അടക്കം എനിക്കറിയാം, അവരുടെ താല്പര്യങ്ങൾ എനിക്കറിയാം, എന്തെല്ലാം കാര്യങ്ങൾ അവളിലുണ്ടോ അതെല്ലാം എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ലജ്ജയുണ്ടെങ്കിൽ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിഷ്കർഷിച്ച രൂപത്തിലാണ് നിങ്ങളുടെ ഭാര്യ സ്വാലിഹത്തായ പെണ്ണാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരൊറ്റ കാര്യം ചിന്തിച്ചു നോക്കുക. ഭാര്യയുടെ ഔറത്ത് പൂർണ്ണമാണോ? തല മറയ്ക്കുന്നത് ഉൾപ്പെടെ, വേഷവിധാനം ഉൾപ്പെടെ, വസ്ത്രധാരണം ഉൾപ്പെടെ, എന്റെയും നിങ്ങളുടെയും ഭാര്യമാരുടെ വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ തലമറയ്ക്കുന്ന കാര്യം പറഞ്ഞത്, ഇവിടെയുള്ള ക്രിസ്തീയ സഹോദരിമാർ ഞായറാഴ്ച പള്ളിയിൽ പോകും അല്ലേ, കുർബാനയ്ക്ക് വേണ്ടി. നമ്മുടെ വെള്ളിയാഴ്ച പോലെ അവർ ഞായറാഴ്ച ക്രിസ്തീയ സഹോദരിമാർ അവർ തലയിൽ തുണിയിട്ട് പോകും. പക്ഷേ നമ്മുടെ കൗമിന്റെ അവസ്ഥ എന്താ? ആ ക്രിസ്തീയ സഹോദരിമാർ തലയിൽ തുണിയിടുന്നതിനേക്കാൾ മോശമായിട്ടാണ് നമ്മുടെ കൗം തലയിൽ തുണിയിട്ടുകൊണ്ടിരിക്കുന്നത്. തലയിൽ തുണിയിട്ടോ? അത് ഞങ്ങൾ തലയിൽ തുണിയിടാറുണ്ട്. എന്തിനാ? ഒരു പേരിന് വേണ്ടി തല മറച്ചിട്ടുണ്ട് എന്ന ചിന്തയിലേക്ക് കടന്നു പോകാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിഷ്കളങ്കമായി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ദുനിയാവ് ലക്ഷ്യപ്രാപ്തിയെത്തണോ? നിങ്ങളുടെ ആഗ്രഹം ലക്ഷ്യപ്രാപ്തിയെത്തണോ? ദുനിയാവിൽ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും വിജയിക്കണോ? 4 കാര്യങ്ങളെ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം അൽ മർഅതു സ്വാലിഹ, നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ സ്വാലിഹത്തായ പെണ്ണായി തീരണം. അതിന്റെ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, തലമറയ്ക്കുന്ന വിഷയം. നമ്മൾ മറയ്ക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട്, നമ്മുടെ ഭാര്യമാർ മറയ്ക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ, സ്ത്രീകൾ മറയ്ക്കും. നിങ്ങൾ കാണുന്നവരല്ലേ, നമ്മുടെ അടുത്തൊക്കെ അവരുടെ ആരാധന കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ പള്ളിയുടെ സമീപത്ത് പോലും താമസിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ കൗമിലുള്ള, നമ്മുടെ ഭാര്യമാരടക്കമുള്ള, മക്കളടക്കമുള്ള, പെൺമക്കളടക്കമുള്ള സ്ത്രീകൾ തലമറയ്ക്കുന്നതിനേക്കാൾ മനോഹരമായ നിലയിൽ
അവർ തലമറയ്ക്കുമെങ്കിൽ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഭാര്യമാർ എവിടെ എത്തി നിൽക്കുന്നു എന്ന യാഥാസ്ഥികതയിലേക്ക് നാം ചിന്തിക്കണം. ഏറ്റവും ചെറിയൊരു കാര്യമാണ് ചോദിച്ചത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പെണ്ണ് സ്വാലിഹത്തായ പെണ്ണായി തീർന്നില്ലെങ്കിൽ നമ്മുടെ ദുനിയാവിലുള്ള നഷ്ടങ്ങൾ അതിന് കാരണമാണ്. ചെയ്ത ബിസിനസ് ഒന്നും വിജയിക്കുന്നില്ലേ? ഈ 4 കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭാര്യ സ്വാലിഹത്തായി തീരുക. നമ്മുടെ ഭാര്യമാർ എത്ര ആളുകൾ സ്വാലിഹത്തുണ്ട്? വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് നമ്മളാണ് വില കൊടുക്കാത്തത്. ഓരോ ഭാര്യമാർക്കും ഓരോ ഭർത്താക്കന്മാരായ വ്യക്തികളാണ് സ്ത്രീകൾക്ക് വില കൊടുക്കാത്തത്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് അങ്ങനെയല്ല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് വില കൊടുത്തിരിക്കുന്നത് പോലെ ലോകത്ത് ഒന്നും തന്നെ ഒരു ദർശനവും ഒരു ആശയവും വില കൊടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം, അല്ലേ? സ്ത്രീകൾക്ക് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൊടുത്തിരിക്കുന്ന വില പോലെ മറ്റേതെങ്കിലും വിഭാഗം കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ആശയങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് സ്ത്രീകൾക്ക് ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ തന്നെ സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖദീം. എന്താണ് പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ? ഡാർക്ക് ഏജ് യുഗം എന്നറിയപ്പെടുന്ന 6-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും കൂരിരുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ നൂറ്റാണ്ടിൽ എടാ നിനക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന വാർത്തയെങ്ങാനും, ഒരു മകൻ ജനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മകൾ ജനിച്ചിട്ടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത, സന്താന സൗഭാഗ്യം നിനക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയെങ്ങാനും ഏതെങ്കിലും പിതാക്കന്മാരോട് പറഞ്ഞാൽ, നിനക്ക് ജനിച്ചിരിക്കുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ആ പറയപ്പെട്ട പിതാവിന്റെ മുഖം കോപം കൊണ്ട് തീജ്വാല പോലെ വിവർണമാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. മരിപ്പിച്ചിട്ടല്ല, അല്ലെങ്കിൽ കൊന്നിട്ടല്ല മണ്ണിനടിയിൽ കുഴിച്ചിടുന്നത്. ജീവനോടെ ജനിച്ചത് പെൺകുഞ്ഞായിരുന്നുവെങ്കിൽ, ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ ഏറ്റവും നെറികെട്ട, ഏറ്റവും വൃത്തികെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നായകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് വന്നത്, ഈ ജനിക്കുന്ന പെൺകുട്ടിയാണ് നിന്റെ അമ്മ, നിന്റെ ഉമ്മ, നിന്റെ പ്രിയപ്പെട്ട മാതാവ്. അവൾ നിനക്ക് സഹോദരിയാണ്, നിന്റെ ഭാര്യയായി കടന്നു വരും. അവളും നിന്നെ പോലെ ഈ ലോകത്ത് ജീവിക്കേണ്ടവനാണെന്നുള്ള ലോകം കണ്ട ഏറ്റവും മഹിതമായ പ്രഖ്യാപനം നടത്തിയത് അതേ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. അതേ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് കോടതിയിലാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവിടെ പിതാവ് മരണപ്പെട്ട ഒരു മകൾ, ആ മകൾക്ക് 4 സഹോദരങ്ങളുണ്ട്. ആ സഹോദരന്മാരെല്ലാം മരണപ്പെട്ടു പോയ പിതാവിന്റെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട് ഏകമായി ആകെ ഒരൊറ്റ സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സഹോദരിക്ക് കൊടുക്കാതെ 4 സഹോദരന്മാർ ചേർന്ന് ആ പിതാവിന്റെ മരണപ്പെട്ടു പോയ, മുസ്ലിമല്ല, ഇതര സമുദായത്തിൽപ്പെട്ടതാണ്, പിതാവ് മരണപ്പെട്ടു പോയി. ആ പിതാവിന്റെ മുഴുവൻ അനന്തര സ്വത്തും 4 സഹോദരന്മാർ ചേർന്ന് വീതം വെച്ചു. ഒരു തരി പോലും ഈ സഹോദരിക്ക് കൊടുത്തില്ല. ആ സഹോദരി നേരെ ഹൈദരാബാദ് കോടതിയെ സമീപിച്ച് കേസ് കൊടുത്തു. അവിടെ ആ കേസുമായി ബന്ധപ്പെട്ട് ആ സഹോദരിയോട് ജഡ്ജി പറഞ്ഞത്, നിങ്ങൾ അനുധാവനം ചെയ്യുന്ന ഈ മതത്തിൽ നിലവിൽ പിതാവിന്റെ അനന്തര സ്വത്തിൽ നിന്ന് മകൾക്ക് കൊടുക്കാനുള്ള അവകാശമില്ല. ആ സമയത്ത് ആ ഇതര സമുദായത്തിൽപ്പെട്ട ആ സഹോദരിയായ മകൾ പറഞ്ഞത്, എനിക്ക് ഞാൻ അനുധാവനം ചെയ്യുന്ന മതത്തിലെ അവകാശമല്ല വേണ്ടത്. ഇവിടെ മഹിതമായ ഏറ്റവും മാതൃകാപരമായ പ്രഖ്യാപനം നടത്തുന്ന ഒരു മതമുണ്ട്, അത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. ആ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പിതാവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് മാത്രമല്ല പിതാവിന്റെ അനന്തര സ്വത്ത് ലഭിക്കുന്നത്. ആ പിതാവിന്റെ മക്കൾ പെൺകുട്ടിയുണ്ടെങ്കിലും പെൺകുട്ടിക്കും പിതാവിന്റെ അനന്തര സ്വത്തിൽ അവകാശപ്പെട്ടതാണെന്നുള്ള ആ മഹിതമായ പ്രഖ്യാപനം നിലനിൽക്കുന്ന ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ നിയമത്തിലൂടെയാണ്
എനിക്കും എന്റെ പിതാവിന്റെ അനന്തര സ്വത്തിൽ നിന്ന് അവകാശം വേണമെന്ന് ആ കോടതിയിൽ ഒരു ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരിയായ ഒരു പൊന്നുമകൾ വാദിച്ചെങ്കിൽ അവസാനം ആ ജഡ്ജിക്ക് തീരുമാനിക്കേണ്ടി വന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ആ നിയമപ്രകാരം നിങ്ങൾക്കും നിങ്ങൾ മരണപ്പെട്ട പിതാവിന്റെ അനന്തര സ്വത്തിൽ നിന്നും അവകാശമുണ്ട് എന്ന്. അതാരാ ഇവിടെ കൊണ്ടുവന്നത്? ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, സാങ്കേതികപരമായിട്ടും എല്ലാ തലങ്ങളിലും ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പോലും ഈ അടുത്ത സമയത്ത് പോലും പിതാവിന്റെ അനന്തര സ്വത്തിൽ പെൺകുട്ടികൾക്ക് അവകാശമുണ്ടോ എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അവർക്ക് അവിടെ ആ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന മഹോന്നതമായ പദവി അത്ര വലുതാണ്. ഇസ്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷേ നാം ആകുന്ന ഓരോ ഭർത്താക്കന്മാരും കൊടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പല ആളുകളും സ്ത്രീകളെ, ഇസ്ലാമിലെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഉടനെ പറയുന്നത് അവർ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളെ പോലെയാണ്. കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളാണോ അല്ലയോ എന്നുള്ളത് ദൈനംദിനം നാം വായിക്കുന്ന പത്രങ്ങളിലും നാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയയായ മുഴുവൻ വാർത്താ ചാനലുകളിലൂടെയും സ്ത്രീകൾക്ക് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൊടുത്തതായ മനോഹരമായ പദവി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന മനോഹരമായ ബുർഖയണിഞ്ഞ ആ പർദ എന്ന് പറയുന്ന വസ്ത്രം, അതെത്രത്തോളം പ്രസക്തി ഈ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ട സാഹചര്യത്തിൽ ഉണ്ട് എന്ന് ഇതര സമുദായത്തിൽ അല്ലെങ്കിൽ വർഗീയ വിഷം തുപ്പുന്ന ആളുകൾ, ഇസ്ലാമിലെ സ്ത്രീകളെ നോക്കിക്കൊണ്ട് കളിയാക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾ പോലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ വാർത്തകൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ വിശദമായി എന്റെ വിഷയത്തിൽ നിന്ന് കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വെക്കുന്നത് 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുണ്ടോ നമുക്ക് വിജയിക്കാൻ കഴിയും. അതിൽ ഒന്നാമതായി പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹ. സ്വാലിഹത്തായ പെണ്ണാണ് എന്റെ ഭാര്യയോ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ പെൺമക്കളായി തീരുന്നുവെങ്കിൽ നിങ്ങളുടെ ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ എവിടെ നോക്കിയാലും, ഏത് സംരംഭം എടുത്തു നോക്കിയാലും സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്തിരിക്കുന്ന വില നമുക്കറിയാം, മുസ്ലിമീങ്ങൾക്കറിയാം, മറ്റുള്ള ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ലോകം ഇസ്ലാമിൽ കൊടുത്തിരിക്കുന്ന, ഈ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന വില എന്താണെന്നറിയോ? എന്താണ് ഈ ലോകം നിലവിലുള്ള സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന വില? യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ, വിപണന മേഖലയിലെ, കച്ചവട മേഖലയിലെ ഒരു തുറുപ്പു ചീട്ടായിട്ട്, ചരക്കായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവായിട്ടാണ് സ്ത്രീകളെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുനിയാനെ ഉസ്കോ ബസാർ മേ ബികായ, ഇസ്തിഹാരോ മേ ഉസ്കോ നജായ. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് വിപണന മേഖലയിലെ കച്ചവട ചരക്കായിട്ടാണ്. അതിന്റെ യാഥാസ്ഥികമായ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ഷോപ്പ് എടുത്തു നോക്കിയാലും അവിടെ അതിന്റെ പരസ്യം മുതൽ തുടങ്ങുന്ന എല്ലാ മാർക്കറ്റിംഗ് വിഭാഗത്തിലും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാകും. ഇനി ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ എടുക്കുമല്ല, കാണാൻ സൗന്ദര്യമുള്ള, കാണുമ്പോൾ ആളുകൾ അട്രാക്ഷൻ ചെയ്തു വരുന്ന ആ സ്ത്രീയെ കണ്ടുകൊണ്ട് അവിടെയുള്ള കച്ചവട വസ്തുക്കൾ വിറ്റുപോകാനുള്ള തരത്തിലേക്കുള്ള വെറും കച്ചവട ചരക്കായിട്ട് ഒരു പ്രമോഷൻ മേഖലയുമായി ബന്ധപ്പെട്ടു മാത്രം സ്ത്രീകളെ ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൊടുത്ത പദവി എന്താ? ഇസ്ലാം ने सर पर रखा ताज, इज्जती नहीं बयाना अंदाज. മനോഹരമായ കിരീടം ധരിപ്പിച്ചുകൊണ്ട്, മനോഹരമായ വസ്ത്രം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ, സമൂഹത്തിലൂടെ, കുടുംബ ജീവിതത്തിലൂടെ ലോകത്തിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനുള്ള ഏറ്റവും മഹിതമായ മഹിളകളായിട്ടാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകളെ വിവരിച്ചിരിക്കുന്നതെന്ന് മഹാനായ കവി പാടി വയ്ക്കുമ്പോൾ ആ സ്ത്രീകളെ ഇസ്ലാം കൊടുത്തിരിക്കുന്ന വിലയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. എങ്കിൽ മാത്രമേ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു വീട്ടിലെ സ്ത്രീ നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ എന്തെന്നാകും? നാട് നന്നാകും, നാട് നന്നായാൽ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ രാജ്യം നന്നാകും, രാജ്യം നന്നായാൽ ഈ ലോകം തന്നെ നന്നാകും. ഇതിനൊക്കെ ഏറ്റവും ആത്യന്തികമായി വേണ്ടത് പെണ്ണ് സ്വാലിഹത്തായി തീരുക,
അതിന്റെ ഒന്നാമത്തെ അടയാളമാണ് സ്ത്രീക്ക് ലജ്ജയുണ്ടോ, അത് സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങളുണ്ട്. വരുന്ന ആഴ്ചകളിലൊക്കെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.